പിന്നെ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. ഫുഡിന്റെ ഒപ്പം വേറൊരു പരിപാടി കൂടി നടത്തുന്നുണ്ട്. നാളെ നമുക്ക് ബക്രീദാണല്ലോ. അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരു പെരുന്നാൾ ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ മൈലാഞ്ചി രാവും ഉണ്ട്. അപ്പൊ നമുക്ക് അത് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ ഈ ഫുഡ് സി ട്യൂബിൽ മെയിൻ ആയിട്ട് സ്നാക്സ്, മൊജിറ്റോസ്, ഷേക്സ്, ടീ, കോഫി അങ്ങനത്തെ ഐറ്റംസുകളാണ് വരുന്നത്. അപ്പൊ കുറെ വെറൈറ്റി ഓഫ് സ്നാക്സുകളുണ്ട്. ഒരു 25 ഐറ്റംസിനടങ്ങിയ സ്നാക്സുകളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ അതിനൊപ്പം തന്നെ നമ്മളിവിടെ കിട്ടിയപ്പോൾ നമുക്ക് നല്ലൊരു സർപ്രൈസ് ആയിട്ടാണ് കിട്ടിയത്. പെരുന്നാൾ രാവും പിന്നെ മൈലാഞ്ചി രാവും ഒക്കെ. അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം. ഫുഡ് കൊള്ളാം, നല്ല ഫുഡാണ്. ഞങ്ങളിവിടെ സാധാരണ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാറ് പെരുമ്പലാവാണ് പോവാറ്, പെരുമ്പല സെന്ററിലേക്ക് പോവാറ്. അപ്പൊ അവിടെ ഫുഡ് ബുക്ക് ആയാലും പിന്നെ അപ്പുറത്ത് മജ്ജ ഉണ്ടല്ലോ. അപ്പൊ അങ്ങോട്ട് പോണേനെ വരെ ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളിവിടെ PSM കോളേജില. അപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ എടുത്ത് ഇങ്ങോട്ടാ. അപ്പൊ കഴിഞ്ഞ ആഴ്ചയായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു, കഴിഞ്ഞ ആഴ്ചയില്. അപ്പൊ കൊള്ളാം, ഭക്ഷണമൊക്കെ കൊള്ളാം, വെറൈറ്റി ഫുഡുകളാ. ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോൾ ഇവിടേക്കാണോ വരണേ? ഫ്രണ്ട്സ് ഒക്കെ ഞങ്ങൾക്ക് സുഖം ഇവിടെയാ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഇങ്ങോട്ട് വരും. 2 ദിവസം ഇങ്ങോട്ട് വരില്ല. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? കൊള്ളാം, നല്ല ഫുഡാ. ഇക്കടെ പേര്? എന്റെ പേര് സൗരവ്. ശരി, താങ്ക് യു. ഇക്കയ്ക്ക് ഫുഡ് എങ്ങനെയുണ്ട്? നല്ല ഫുഡാണ്. ശരി, താങ്ക് യു. ഓക്കെ, അതിനെയും കണ്ടുകൊണ്ടോ. ഓക്കെ. അപ്പൊ താത്ത എങ്ങനെയുണ്ട് ഫുഡൊക്കെ ഇവിടുത്തെ? അടിപൊളിയാണ്. ഫുഡ് എക്സ്പീരിയൻസ് ചെയ്തപ്പോ നല്ല രസമുണ്ടായിരുന്നു. ഏതാണ് കൂടുതൽ ട്രൈ ചെയ്തേ സ്നാക്സ് പലതരം ട്രൈ ചെയ്തിരിക്കണു, എല്ലാതും അടിപൊളിയായിട്ടാണ്. താത്തയുടെ പേര്? അപ്പോ ഈ താത്തയാണ് ഈ കടയുടെ ഓണർ. അപ്പൊ താത്ത ഒരു സ്ത്രീ ഇങ്ങനത്തെ ഒരു പരിപാടി തുടങ്ങുമ്പോ അല്ലെങ്കിൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു? സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ഹസ്ബൻഡിന്റെ ഫാദറാണ് ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് എന്നെ കൊടുന്നത്. അപ്പോ ഫാമിലിയിലുള്ള സപ്പോർട്ട് കാരണമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഷോപ്പും ഇതുപോലെ ഇതിപ്പോ നമ്മള് 2ാമത്തെ ഷോപ്പാണ്. ഇപ്പൊ ഒന്ന് കുന്നംകുളത്ത് നമ്മളെ ബ്രാഞ്ച് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ വീണ്ടും നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ഒരു 4 ദിവസമൊക്കെ ആയിട്ടുള്ളൂ നമ്മൾ ഓപ്പണിംഗ് കഴിഞ്ഞിട്ട്. അതെ അതെ അതെ. മുസ്ലിംസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റീസ് വരുന്നുണ്ട്. നമ്മള് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ കണ്ണൂർ, തലശ്ശേരി പലഹാരങ്ങളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. എന്താണ് നമ്മളിപ്പോ നമ്മളെ സ്പെഷ്യൽ ആയിട്ട് ഇറച്ചിപ്പത്തിരി ഉണ്ട്, പിന്നെ നമ്മളെ കണ്ണൂർ ഇറച്ചിയപ്പം, പിന്നെ ചട്ടിപ്പത്തിരി, അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മള്. പിന്നെ ഇന്നൊക്കെ വെറൈറ്റി ആയിട്ട് ഇപ്പൊ നമ്മള് ചീസ് ബോക്സ്, അപ്പൊ ഇന്നിപ്പോ ഈ ഒരു വൈബിലൊക്കെ എത്തിക്കാൻ വേണ്ടിട്ട് ചീസ് ബോക്സ്. അപ്പോ ഈ സംരംഭം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഐഡിയ എവിടെ വന്നത്? ഐഡിയ വന്നത് ഓൾറെഡി ഇപ്പോ ഒരു റെസ്റ്റോറന്റ് ഫീൽഡിലുള്ള ആൾക്കാർ തന്നെയാണ്. ഞങ്ങള് ഇവിടെ ഇപ്പൊ രുചി കാറ്ററിംഗ്, രുചി റെസ്റ്റോറന്റ്, രുചി ഗ്രൂപ്പിന്റെ തന്നെയാണ്, ഫേം തന്നെയാണത്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ തന്നെയാണിത്. പേര് ഞാൻ ചോദിക്കാൻ പറഞ്ഞത് റഹിമ. അപ്പോ ഇതിനൊപ്പം തന്നെ എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ട് അല്ലെങ്കിൽ കാറ്ററിംഗ് സർവീസ് അങ്ങനെ എന്തെങ്കിലും ഇതിനൊപ്പം അല്ലെങ്കിൽ ഓർഡറുകളൊക്കെ സ്വീകരിക്കുന്നുണ്ടോ? ഇവിടെ വന്ന ആൾക്കാർ മാത്രം കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആൾക്കാർ പാർസൽ ചെയ്യുന്നുണ്ടോ? എങ്ങനെയാ? അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ രുചി കാറ്ററിംഗ്, നമ്മൾ ഓൾ കേരള കാറ്ററിംഗ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് രുചി
സിറ്റി കാറ്ററിംഗ്. അപ്പോ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എറണാകുളം ടു ട്രിവാൻഡ്രം വരെയുള്ള പാർട്ടികൾ, പത്തനംതിട്ട അവിടെയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പാർട്ടികൾ നടത്തുന്നത്. അപ്പൊ അതിൽക്കുള്ള എല്ലാ സ്നാക്സും നമ്മളിപ്പോ ഫ്രോസൺ ആയിക്കൊണ്ടേ നമ്മളെ സ്നാക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്നും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നില്ല, ഒക്കെ നമ്മൾ ഫ്രോസൺ സ്നാക്സ് ആയിട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു വിജയം. പിന്നെ എന്തായാലും ആ വിജയം തൊഴിൽ ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് ആശംസിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ താത്ത എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ? ഗംഭീര ഫുഡാണ്. ഉണ്ണി ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ. ഒന്നുമില്ല, അവൾക്ക് കഴിക്കാനുള്ള പ്രൈവറ്റിലാവുന്നുണ്ട്. അപ്പൊ ശരി, താങ്ക് യു. താത്തയുടെ പേര് ഹനുന. ഓക്കെ, ശരി, താങ്ക് യു. അപ്പൊ നമ്മള് കുറച്ച് സ്നാക്സുകളൊക്കെ ട്രൈ ചെയ്തു. പിന്നെയും കൂടെ സ്നാക്സ് ഉണ്ടാകും, നമുക്ക് മറ്റൊരു വീഡിയോയിൽ ട്രൈ ചെയ്യാം. ഇവിടെ പെരുന്നാൾ ലൈവിലായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അധികം നമുക്ക് ട്രൈ ചെയ്യാനൊന്നും പറ്റില്ല. ഏകദേശം ഒരു 50 സ്നാക്സ് ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മളൊരു 10-15 നമ്മൾ ട്രൈ ചെയ്തു. എല്ലാം ഓൾമോസ്റ്റ് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി ഇവിടെ മറ്റൊരു ഡിഷുകളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ട്രൈ ചെയ്യാം. അത് ഇവിടുത്തെ മൈലാഞ്ചി രാവ്, പെരുന്നാൾ രാവ് നല്ല രീതിയിൽ ആസ്വദിക്കാനായിട്ട് പറ്റി. അപ്പൊ ഓരോ സ്നാക്സ് ഒക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഭക്തത്തിന്റെ ഐശ്വര്യത്തിന്റെ സമാധാനത്തിന്റെയും പെരുന്നാൾ ആശംസകൾ. അപ്പൊ ഈ സ്പോട്ട് വരുന്നത് അക്കിക്കാവ് സിസ്കി ഷോറൂമിന്റെ തൊട്ടടുത്താണ്. അപ്പൊ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. നമ്മുടെ സ്നാക്സ് ആയാലും ചായ ആയാലും കോഫിയിലും മുച്ചിട്ട് ആയാലും ഷെയ്ക്ക് ആയാലും. അപ്പൊ ബൈ.